അതായത് വിവരം പുറത്തു പോവരുതെന്ന്. അല്ല, എനിക്ക് മനസ്സിലായില്ല. അതെ, ഞാൻ നിന്നെ ഒരാളെ കാണിക്കാം. നിനക്കവനെ വല്ല പരിചയമുണ്ടോ നോക്ക്. ശിവൻ ഇനി ഇതിലൊന്നും പറയണ്ട, ഞാൻ ഇടപെട്ടോളാം. എന്താ ശാലിനി, എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ആരാ വിളിച്ചേ? അത് അരുണേ, അത് കുറച്ച് ഫാമിലി ഇഷ്യൂസ്. ഞാൻ മോളെ പിന്നെ സൗകര്യം പോലെ വന്ന് കണ്ടോളാം. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഒരിടം വരെ എത്തണം. ഇത് നീ തന്നെ മോളെ അണിയിച്ചാൽ മതി. ആ ഉടുപ്പ് മാലയൊക്കെ ഇട്ടിട്ട് ഞാൻ മോളെ ഒരു ദിവസം വന്ന് കണ്ടോളാം. ശാലിനി, താൻ ഇത്രയിടം വരെ വന്നിട്ട്. അതുമല്ല, എനിക്കെപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. ഞാൻ വരാടോ. രാമേട്ട, വണ്ടി എടുക്ക്. ഹലോ ശിവ, അത് അത്യാവശ്യമായിട്ട് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞാൻ വരാം. ആ, എടുക്കരുത്. എന്തോ കേട്ടില്ല. ഗാർഗി ആന്റി ഇപ്പൊ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഈ കാശ് എടുക്കാൻ പറ്റത്തില്ല. ഇതിങ്ങ് തന്നെ. അത് പറയാൻ നീ ആരാ? അതെ, ഇത് എന്റെ അമ്മയുടെ മുതലാ. അതായത് എനിക്ക് അവകാശപ്പെട്ടത്. ഹേയ്, ഇപ്പൊ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കാ. പിന്നെ ഇത് നിങ്ങളുടെ മുതലാണെങ്കിൽ അതിന് അവകാശപ്പെട്ട ആൾക്കാരുള്ളപ്പോ നിങ്ങൾ വന്ന് എടുക്കണം. അങ്ങനെ ആരും ഇല്ലാത്തപ്പോ വന്ന് എടുക്കുന്നത് കള്ളത്തരവാ. അത് ശരി, നീ അപ്പൊ എന്നെ കള്ളനാക്കാണല്ലേ? ഞാൻ ആരെയും കള്ളനാക്കിയതൊന്നും അല്ല. കള്ളന്മാരെ പോലെ വന്ന് പണം എടുക്കരുതെന്നേ പറഞ്ഞുള്ളൂ. എന്റെ അമ്മ സമ്പാദിക്കുന്ന എനിക്കടി. അതെനിക്ക് തോന്നും പോലെ തോന്നിയതുപോലെ ഞാൻ എടുക്കും. അതെന്തായാലും ഇപ്പൊ പറ്റില്ല. താൻ കാശിങ് എടുത്തേ. എടുക്ക്. തരാൻ. നീ ആരുടെ എന്നെ ചോദ്യം ചെയ്യാൻ? ഇനി നീ കടയ വേണ്ട, ഇറങ്ങടി. എന്നെ ഭരിക്കാൻ ഞാൻ എന്റെ അമ്മയെ പോലും അനുവദിച്ചിട്ടില്ല. പിന്നല്ലേ എവിടുന്നോ കയറി വന്ന നീ? പോയിക്കോളണം ഇവിടുന്ന്. ഇറങ്ങി പോകാനാ പറഞ്ഞേ. അയ്യോ മോളെ ആന്റി, എന്താ ഉണ്ടായത്? പണം എടുക്കാൻ പോയപ്പോ ഞാൻ തടഞ്ഞു. അത് തന്നെ കാര്യം. എടാ, ഇതൊരു അന്യ പെണ്ണാ. എടാ, എന്റെ നേരെ വരുന്നത് പോലെ ഇതിന്റെ നേരെ ചെന്നാലുണ്ടല്ലോ, ഇവളൊരു കംപ്ലൈന്റ് കൊടുത്താ നീ അകത്താ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ പിന്നെ, ഇവളങ്ങ് ചെന്ന് പറയുമ്പോഴേ വിലങ്ങും പൊക്കി പിടിച്ചോണ്ട് വരാൻ ഇവളുടെ അമ്മാവന്മാരല്ലേ പോലീസുകാര്. പോയി പണി നോക്കാൻ പറഞ്ഞതല്ലേ. ഇവളെ ഞാൻ ഈ കട നിർത്തത്തില്ല, നോക്കിക്കോ. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇത് എന്റെ കടയാ, എന്റേത് മാത്രാ. ഇതിൽ ഒരു തലതെറിച്ച മക്കളെ ഞാൻ അംഗീകരിക്കത്തില്ല. നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം, ഇല്ലെങ്കിലേ ഞാൻ പോലീസിനെ വിളിക്കും. ഓ പിന്നെ, നിങ്ങളുടെ ഒരു പോലീസ്. നിന്നെ ഞാൻ എടുത്തോളാടി. ഒരു ദിവസം നിന്നെ എന്റെ കൈ കിട്ടും, കരുതിയിരുന്നോ നീ? അന്ന് നിനക്ക് ശിവരാത്രി ആയിരിക്കും. ശിവരാത്രി. ശരിയാക്കി തരാടി. പൈസയൊക്കെ എടുത്തോണ്ട് പോയി ആന്റി. അവൻ അങ്ങനെയാ മോളെ, സാത്താന്റെ ജന്മ. നന്നാവില്ല.
ഇവന്റെ സ്ഥാനത്ത് വല്ല പെൺമക്കൾ ഉണ്ടായാൽ മതിയായിരുന്നു. പെൺകുട്ടികളാവുമ്പോ അടങ്ങി ഒതുങ്ങി നമ്മുടെ ചൊൽപ്പിടിക്ക് നിൽക്കുമല്ലോ. ആന്റി, ഞാൻ പോട്ട് മോളെ, ആ ദുഷ്ടന് വേണ്ടി ഞാൻ മോളോട് മാപ്പ് ചോദിക്കുക. അല്ലാതെ ഈ അമ്മയ്ക്ക് എന്താ ചെയ്യാൻ കഴിയ? നീ എന്തിനാ വീണ്ടും ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ആന്റി ആൺമക്കൾക്ക് പകരം പെൺകുഞ്ഞ് മതിയെന്ന് പറഞ്ഞില്ലേ? പെൺകുട്ടികളാവുമ്പോ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നും പറഞ്ഞില്ലേ? അതെ, അതിനെന്താ? ഒരു നിമിഷം എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മോളെ കുറിച്ച് ഞാൻ ഓർത്തുപോയി. ശാരദേന്ദു അങ്ങനെ പേരിടണമെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ വിധി എന്നിൽ നിന്ന് എന്റെ മോളെ അകറ്റി. ഇനി എനിക്കെന്തെങ്കിലും എന്റെ മോളെ കാണാൻ പറ്റുമോ ആന്റി? മോക്ക് ഈശ്വരനിലെ വിശ്വാസമില്ലേ? ഞങ്ങള് കർത്താവിനെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയും പോലെ മോളും ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയാറില്ലേ? തീർച്ചയായും മോള് വിശ്വസിക്കുന്ന മോളുടെ ഈശ്വരൻ കൈവിടില്ല കേട്ടോ. സന്തോഷമായിട്ടിരിക്കെ. ആ കൊള്ളാം. അപ്പോ കാക്കിയിട്ട പോലീസുകാർ വിളിച്ചാലും നീ വരും. കൊല്ലാനാണോ വളർത്താനാണോന്ന് അറിയില്ലല്ലോ. വിളിച്ചത് പോലീസല്ലേ. ഓ, രണ്ടായാലും എനിക്ക് കുഴപ്പമില്ലാത്തോണ്ട് ഞാനിങ്ങ് പോന്നു. പണ്ടും നീ ഇങ്ങനെ തന്നെയായിരുന്നു. മുന്നും പിന്നും നോക്കാതെ നീ എടുത്തങ്ങ് ചാടും. അങ്ങനെ ചാടിയതുകൊണ്ട് പലരെയും ചില ആപത്തിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആ, രക്ഷപ്പെട്ടവർക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല. ആ ഓർമ്മ ഉള്ളതുകൊണ്ടാണെന്ന് വെച്ചോ ഇപ്പം ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. കാര്യം വളരെ പ്രധാനപ്പെട്ടതാ. അത് പ്രോട്ടോകോൾ നോക്കാതെ നീയുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്റെ റിസ്കിലാ. അതായത് വിവരം പുറത്തു പോവരുതെന്ന്. അല്ല, എനിക്ക് മനസ്സിലായില്ല. അതെ, ഞാൻ നിന്നെ ഒരാളെ കാണിക്കാം. നിനക്കവനെ വല്ല പരിചയമുണ്ടോ നോക്ക്. ദാ, ഇങ്ങോട്ട് നോക്കണേ കഴിഞ്ഞു. ഇവന്റെ പേരിൽ 1-2 അടിപിടി കേസുകൾ ഉള്ളതാ. അതുകൊണ്ട് ഇവനെ അങ്ങനെ നമ്പാൻ കൊള്ളത്തില്ല. പ്രകാശിനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നത് ഇവനാണെന്നാണ് ഇവൻ പറയുന്നത്.